ബാംഗ്ലൂരിലെ ഒരു കേസ് പറഞ്ഞല്ലോ, പല നിറത്തിലുള്ള കോണ്ടം ഇട്ട് വരുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ടെന്ന്. ആ സമയത്തൊന്നും കുഞ്ഞെങ്ങനെ ഉണ്ടാവുന്നതെന്ന് പോലും വ്യക്തമായിട്ടൊരു ധാരണയില്ലാത്ത ഒരു കാലത്താണ് ഞാനൊക്കെ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത്രയും അന്ന് അപ്ഡേറ്റഡ് അല്ലല്ലോ നമ്മുടെ കുട്ടികൾ. അപ്പം എൻ്റെ വിവേകവും ഇതിനെ സംബന്ധിച്ച് അത്രയ്ക്കൊക്കെ ഉള്ളൂ. NRI ഹോസ്റ്റലിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ കുട്ടികളുടെ അടുത്ത് ചെന്ന് ഇതെന്താണ് ഈ ബലൂൺ ഇട്ടിട്ട്, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ, ബലൂൺ ഇട്ടിട്ട് പിന്നെ ആണുങ്ങൾ കുറുക്കു വഴിയിൽ നിന്ന് എൻ്റെ മുന്നിലേക്ക് ചാടി എന്നൊക്കെ പറയുമ്പോൾ അവരാണ് ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് വിശദീകരിച്ച് തരുന്നത്. ഇതുണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ട്. പിന്നെ ഈ ചൈൽഡ് അബ്യൂസിൻ്റെ കേസ് വരുമ്പോഴത്തേന് കുട്ടിക്കാലത്ത് ഞാൻ വളരെ പെറ്റിക്കോട്ടിട്ട് കിടക്കുന്ന പ്രായത്തിൽ മുതൽ തുടങ്ങിയ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് റിയലൈസ് ചെയ്യാൻ കുറേ വർഷങ്ങളെടുക്കും. കുട്ടികളായിരിക്കുമ്പോൾ കുട്ടികൾക്ക് അറിയില്ല നമ്മുടെ ദേഹത്ത് എന്തിനാണ് തൊട്ടത് എന്നൊന്നും നമുക്കറിയില്ല. കുറേ കാലം കഴിഞ്ഞ് പക്വതയെത്തി എന്നോട് അന്ന് അയാൾ പെരുമാറിയത് വളരെ മോശമായിട്ടായിരുന്നു, എൻ്റെ ശരീരത്തോട് കാണിച്ചത് അതിക്രമമായിരുന്നു എന്നറിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആജീവനാന്തകാല ട്രോമയിലേക്ക് വീണു പോവുകയാണ്. ഇപ്പോഴും എന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന കുറേ ട്രോമകൾ എൻ്റെ ഉള്ളിലുണ്ട്. അത്രയും ആർദ്രമായിട്ട് ആ മുറിവുകളെ തലോടാൻ പറ്റുന്ന ഒരു മനുഷ്യനല്ലാതെ എന്നെ ആ ട്രോമയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേറൊരാൾക്ക് പറ്റില്ല എന്ന് ജീവിതം കൊണ്ട് ആ വഴിയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്കതുകൊണ്ട് ഇത്തരം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യരോടെന്ന് വെച്ചാൽ എനിക്ക് സീറോ ടോളറൻസ് ആണ്. ഞാൻ മൃഗങ്ങളായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ പീഡോഫീലിയ നടത്തുന്ന പീഡോഫീലുകളായിട്ടുള്ള മനുഷ്യരെന്ന് പറയുന്നത്. എനിക്ക് തന്നെ അറിയാം, ഈ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള അത്രയും ഭീകരമായിട്ടുള്ളൊരു ചൈൽഡ് അബ്യൂസിലേക്ക് കൂടെ ഞാൻ കടന്നുപോയിട്ടില്ല എങ്കിൽ പോലും എനിക്കിത് പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ട്രോമ ഭയങ്കരമാണ്. ഈ മനുഷ്യർ എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അകത്തുനിന്ന് ഞാൻ തിണ്ണയിലേക്ക് വരാൻ നിൽക്കുമ്പോൾ ഇതിലൊരു മനുഷ്യൻ വാതിൽപ്പടിയിൽ ചാരി നിൽക്കുകയാണ്. അപ്പം എനിക്കത് പാസ് ചെയ്ത് അയാളുടെ പരിസരത്തിൽ കൂടെ പോകാൻ പോലും എനിക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ഭയങ്കരമായ ഭയമുണ്ട്. നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ നിന്നായിരിക്കും മെജോറിറ്റി കുട്ടികൾക്കും ഇത്തരം മോശമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക. ഇവരെയൊക്കെ ആൾക്കൂട്ടത്തിൽ കാണുമ്പോൾ, അവർ നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം അത് എത്രത്തോളം ആണെന്ന് ആ പ്രായത്തിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഗ്രാജുവേഷൻ കാലത്തൊക്കെ ഇവരെ കല്യാണ വീടുകളിലും അല്ലാണ്ട് കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ മാറി മാറിപ്പോകും. ആൾക്കൂട്ടത്തോടുള്ള ഭയം, എല്ലാവരെയും സംശയം, സ്നേഹത്തെ സംശയം, ഈ രീതിയിലേക്കൊക്കെ നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറിപ്പോവുകയാണ്. നമ്മളെ രക്ഷിച്ചെടുക്കുക, ഇതിൽ നിന്ന് ഒരാൾക്ക് രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ബാംഗ്ലൂരിലെ ജീവിതാനുഭവങ്ങൾ വായിച്ചതിൽ പല പെൺകുട്ടികളെയും കുറിച്ച് ഹണി എഴുതിയിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ മോഷണം ശീലമാക്കിയിട്ടുണ്ട്. ജീവിത സാഹചര്യം കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ റൂമുകളിൽ തന്നെ ഇരിക്കുന്ന പല സാധനങ്ങളും കാണാതെ വരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ആ കുട്ടികളെ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് മറ്റ് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടുന്നത്. അപ്പോൾ ശരീരം വിറ്റ് ജീവിക്കാൻ തീരുമാനിക്കേണ്ടി വരുന്നു. അതും പഠിക്കാൻ വന്നിട്ട് കോളേജിലൊന്നും പോവാതെ അങ്ങനെ കുട്ടികൾ ജീവിക്കേണ്ടി വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ കുട്ടികളെയൊക്കെ നമുക്ക് അടുത്ത് പെരുമാറുമ്പോഴാണ് അവരുടെ യഥാർത്ഥത്തിലുള്ളൊരു സൈക്കോളജിക്കൽ സ്റ്റാൻഡൊക്കെ മനസ്സിലാവുന്നത്. ആ ശരിക്കുള്ള ബാംഗ്ലൂർ അനുഭവം എന്ന് പറയുന്നത് ഹണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരുപാട് മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഹണി ആയത് ഒരു പക്ഷേ ബാംഗ്ലൂരായിരിക്കാം. ബാംഗ്ലൂരിലെ അനുഭവങ്ങൾ പറയും. അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് ഇപ്പോൾ രജനീഷ് പറഞ്ഞത്. കാരണം എൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നത് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തന്നെയാണ്. കാരണം ഞാൻ നഗരം കാണുന്നത്, പല രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ കാണുന്നത്, സാംസ്കാരികമായിട്ട് വിഭിന്നരായിട്ടുള്ള മനുഷ്യരോട് ഇടപഴകുന്നതൊക്കെ ബാംഗ്ലൂർ ചെന്നതിന് ശേഷമാണ്. ഞാൻ ആ ബാംഗ്ലൂരിൽ ആദ്യത്തെ ദിവസം ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ നഗരത്തിരക്ക് കണ്ടിട്ട് ഒച്ചത്തിൽ കരഞ്ഞ ആളാണ്. എൻ്റെ കരച്ചിൽ കണ്ടപ്പം എൻ്റെ കൂടെ എൻ്റെ കസിൻ ബ്രദറും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നീ നിൽക്കേണ്ട, കൂടെ പോരേന്ന് പറഞ്ഞു. അത്രയും വാവിട്ട് നിലവിളിച്ച ആളാണ് ഞാൻ. തീപ്പെട്ടി ബോക്സ് പോലെ വണ്ടികൾ നീങ്ങുന്ന കാഴ്ച കണ്ടിട്ട് എനിക്കിവിടെ പഠിക്കണ്ട എന്ന് പറഞ്ഞ് നിലവിളിച്ച ഒരാളാണ്. പക്ഷെ അപ്പോഴും എന്നെ പിന്നോട്ട് വലിച്ചത് എൻ്റെ അമ്മയുടെ ഒരു ജീവിതമായിരുന്നു. ആ നിമിഷം വരെയും ഞാൻ എന്തിനാണോ ബാംഗ്ലൂർ വന്നത്, അവിടുന്ന് എൻ്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് എനിക്ക് വിട്ടു പോവാനും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവിടുന്ന് തുടങ്ങുവാണ്. എൻ്റെ പോരാട്ടം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഞാൻ എന്നോട് തന്നെ നടത്തുന്ന ഒരു ഫൈറ്റ് ഉണ്ട് ഉള്ളിൽ.
പിന്നെ ഈ ഒറ്റയ്ക്കുള്ളൊരു ജീവിതം അവിടെ മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരെയും വിട്ട് ആ കാലം വരെയും സത്യത്തിൽ എൻ്റെ ജീവിതം അരക്ഷിതം തന്നെയായിരുന്നു. ഈ മനുഷ്യരെല്ലാം ചുറ്റും നിൽക്കുമ്പോഴും ഞാൻ അനുഭവിച്ച വലിയ അരക്ഷിതത്വ ബോധമുണ്ട്. സത്യത്തിൽ അതെന്നെ ആത്മഹത്യയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ നാട് ഉപേക്ഷിക്കുന്നത്. ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് എനിക്ക് മുൻപോട്ട് പഠിക്കണം, എനിക്ക് ജോലി വേണം എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഞാൻ പോകുന്നത് പോലും ആ അരക്ഷിതത്വ ബോധത്തിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടവും തിരക്കും ഒക്കെ കാണുമ്പോൾ പോലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഞാൻ തയ്യാറുമല്ലായിരുന്നു. അവിടെ മുതൽക്ക് നമ്മൾ കുറേ മനുഷ്യരെ കാണുന്നു, നമ്മൾ അവരെ കേൾക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള വലിയ പരിക്കുകളുടെ ഒക്കെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് എൻ്റെ അലിവാണ്. എനിക്ക് ഒരു മനുഷ്യന് വേണ്ടുന്നതിൽ കൂടുതൽ അലിവുണ്ട്. ഇത്രയൊന്നും ഈ ലോകത്തിന് ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ആ ഒരു അലിവ് എന്നെ പല രീതിയിൽ അപകടപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി, അവളെ എനിക്ക് അറിയാവുന്ന എൻ്റെ ഹോസ്റ്റലിൽ മോഷണം നടത്തിയ പെൺകുട്ടി. ആ കുട്ടി ചൈൽഡ് അബ്യൂസിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണ്. അവളുടെ വളരെ അടുത്ത ബന്ധു, അമ്മയുടെ ആങ്ങള ആണ് അവളെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം അമ്മ അപ്പുറത്ത് കിടക്കുമ്പോൾ പോലും ചെവി കേൾക്കാത്ത അമ്മയായതുകൊണ്ട് ഈ കുഞ്ഞ് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നത് രാത്രി അമ്മ കേൾക്കുന്നില്ല. ഈ അമ്മ പണിക്ക് പോകുമ്പോൾ പലപ്പോഴും ഈ ചൂഷണം ചെയ്യുന്ന ഈ മനുഷ്യൻ്റെ അടുത്താക്കിയിട്ടാണ് അമ്മ പുറത്ത് പോകുന്നത്. അപ്പോൾ ആ കുട്ടി കടന്നുപോയ ഒരു ട്രോമ, കുട്ടിക്കാലത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ നമ്മളിതിനെക്കുറിച്ച് എഴുതി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ എഴുത്തിൽ ഒരു വിശ്വാസം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കും എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ആ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം എൻ്റെ മെസ്സഞ്ചർ നിറയെ ഞാൻ കാണുന്നത് ഇത്തരത്തിൽ ചൈൽഡ് അബ്യൂസിന് ഇരയാക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരും കരച്ചിലുമാണ്. എനിക്ക് മനസ്സിലായ കാര്യം, ഇതിനടിമപ്പെടാത്ത ഒരു വാക്കുകൊണ്ടെങ്കിലും അബ്യൂസ് ചെയ്യപ്പെടാത്ത ഒരു സ്ത്രീയും ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നുള്ളത്. സ്ത്രീ മാത്രമല്ല, അല്ല, പുരുഷന്മാരുണ്ട്. ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഇത് വായിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഹണി, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കുമുണ്ട് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇക്കാര്യത്തിൽ കുറച്ച് ഭീരുക്കളാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കിത് തുറന്നു പറയുന്നതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനക്കേട് പോലെയല്ല അതിനെ സൊസൈറ്റി കാണുന്നത്. കാരണം എന്നെയും ദുബായിൽ നിന്നൊരു വലിയ കമ്പനിയുടെ CEO ആയിട്ടൊക്കെ ഇരിക്കുന്ന മനുഷ്യനാണ്. അയാളുടെ ആ പോസ്റ്റിന്റെ വലിപ്പം അയാൾ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ രജനീഷിനെ വിളിച്ച് സംസാരിക്കുന്നത് രജനീഷിന് ബോധ്യപ്പെടണം, ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ അതിൻ്റെ ട്രോമ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായി. അത് ഒരു പുരുഷനല്ല, പല പുരുഷന്മാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതേ പറ്റിയിട്ട്. അപ്പം ആ വിഷയത്തിൽ സത്യം പറഞ്ഞ സ്ത്രീ പുരുഷ വിഭിന്നതയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൺകുട്ടികളാണ് ചൂഷണത്തിന് വിധേയരാകുന്നത്. കാരണം അവർ കുറച്ചുകൂടെ അവൈലബിൾ ആണ്. പെൺകുട്ടികളെ പലപ്പോഴും ഈ ക്ലോസ്ഡ് സർക്കിളിലേക്ക് കിട്ടുന്നുള്ളൂ. കുറച്ചുകൂടെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ആൺകുട്ടികളെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ ഹണി ബാംഗ്ലൂരിലെ അനുഭവം പറയുമ്പോൾ, ഈ കിഡ്നാപ്പ് ചെയ്തിട്ട് റേപ്പ് ചെയ്യപ്പെടുക, പിന്നെ മരുന്നൊക്കെ കൊടുത്തിട്ട് റേപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. അത് ചതിച്ചതാണ്. അതേപോലെ കുറേ ചതിപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നു. ഇതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ പാകത വേണം. ഒരുപക്ഷെ അത് പിന്നീട് ഹണിയെ കുറച്ചുകൂടെ പക്വമതിയാക്കിയിട്ടുണ്ടാവാം. പക്ഷെ ആ സമയത്ത് അത് എങ്ങനെയായിരുന്നു ഡീൽ ചെയ്ത് പോയത്, അതൊക്കെ കാണുമ്പോൾ എന്തായിരുന്നു ആ ട്രോമ എന്നുള്ളത് എനിക്ക് ഇതിനകത്ത് കുറേയൊക്കെ വായിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും സൂക്ഷ്മമായിട്ട് എങ്ങനെയായിരുന്നു അത് ശരിക്കും ഹണി എങ്ങനെ മറികടന്ന് പോയത്? എനിക്ക് ആ മനുഷ്യരുടെ ഒക്കെ കൂടെ ഒരു പരിധി വരെ ഞാൻ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം.